കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് നമുക്കിവിടെ കാണാം. ഇന്ത്യസ് പോൾ റിസൾട്ട്സ് വിക്ടറി ഫോർ ഡെമോക്രാറ്റിക് വേൾഡ് PM എന്ന് പറയുന്ന ന്യൂസ് ആണ് ഇതിൽ ഏറ്റവും വലിയ ന്യൂസ് ആയിട്ട് വന്നേക്കുന്നത്. ഇത് എന്താണെന്ന് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയൊക്കെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കാണും. നരേന്ദ്രമോദി ജോയ് ബൈഡനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണ് ഈ കാണുന്നത്. നരേന്ദ്രമോദി ജോയ് ബൈഡനുമായിട്ട് ഇന്നലേക്ക് നിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും അത്? അതെന്താണെന്ന് ചോദിച്ചാല് G7 മീറ്റിംഗ്, വേൾഡിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മോസ്റ്റ് എക്കണോമിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള 7 കൺട്രീസിന്റെ ഗ്രൂപ്പാണ് G7. Previously it was G8. After the annexation of Crimea by Russia, the G7 countries decided to throw റഷ്യ ഔട്ട് ഓഫ് G8 ബ്ലോക്ക്. അതുകൊണ്ടാണ് റഷ്യ ഇല്ലാതായതുകൊണ്ടാണ് G7 ആയത്. അതായത് 2013-14 പീരീഡിലാണ് നടക്കുന്നത്. റഷ്യ വാസ് ത്രോൺ ഔട്ട് ഓഫ് G8. സബ്സിക്വന്റ്ലി ഇറ്റ് ബിക്കെയിം G7. അപ്പം ക്രിമിയ എന്ന് പറയുന്ന യുക്രൈന്റെ പ്രദേശം റഷ്യ ഈ വാറിനൊക്കെ മുമ്പ്, വാർ ഇപ്പോഴല്ലേ വരുന്നത്, അതിനൊക്കെ എത്രയോ മുമ്പ് യുക്രൈന്റെ ക്രിമിയ എന്ന് പറയുന്ന പ്രദേശത്തെ റഷ്യ അനക്സേഷൻ നടത്തിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണെന്ന് G8 നിന്ന് റഷ്യയെ പുറത്താക്കി G7. ഞാനൊക്കെ ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത്, UPSC എക്സാംസ് പിന്നീട് SSC എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് G7 ആയിരുന്നു, G8 ആയിരുന്നു വേൾഡിൽ ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പം G7 ആയി മാറിയത്. അപ്പൊ G7 മീറ്റിംഗ്, India is a special invitee in all G7 meeting during the last 11 years. So India's Prime Minister Narendra Modi is a usual presence in G7 venues. Yesterday and day before yesterday, the meeting was held at Italy. ഇറ്റലിയില് വെച്ച് ആ മീറ്റിംഗ് നടന്നു. അപ്പോൾ അതില് G7 ലീഡേഴ്സ് ആരൊക്കെയാണ്? G7 ഏതൊക്കെ കൺട്രീസ് ആണ്? USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. അതില് USAയുടെ ലീഡർ ആയിരുന്നു നിങ്ങൾക്കറിയാം, ജോയ് ബൈഡൻ. ബ്രിട്ടന്റെ ആരാണ്? ഋഷി സുനാക്. ഫ്രാൻസിന്റെ ആരാണ്? ഇമാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ ലീഡർ. ഇപ്പോഴത്തെ ഹോസ്റ്റ് കൺട്രി ഇറ്റലിയുടെ ലീഡർ ആരാണ്? ജോർജിയ മെലോണി, ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇറ്റലി, ജോർജിയ മെലോണി. പിന്നെ ആരാണ്? ജർമ്മനിക്ക് ചാൻസലർ ആണ്. അവിടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒന്നും അല്ല, ഒലാഫ് ഷോൾസ് ആണ് ജർമ്മനിയുടെ ചാൻസലർ. ഞാൻ കഴിഞ്ഞ ദിവസം ബോർഡിൽ എഴുതിയിട്ട് പഠിപ്പിച്ച കാര്യമാണ് അത്. ഒലാഫ് ഷോൾസ് ഈസ് ദ ചാൻസലർ ഓഫ് ജർമ്മനി. പിന്നെ ആരുണ്ട്? USA ആയി, ജർമ്മനി ആയി, ജപ്പാനിന് പ്രൈം മിനിസ്റ്റർ ആണ് ഫ്യൂമിയോ കിഷിഡ. പിന്നെ നരേന്ദ്രമോദിയൊക്കെ പോലുള്ള സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ടുള്ള ലീഡേഴ്സും ഉണ്ട്. USA ഞാൻ പറഞ്ഞു, ബ്രിട്ടന്റെ പറഞ്ഞു, ഫ്രാൻസിന്റെ പറഞ്ഞു, ജപ്പാന്റെ പറഞ്ഞു, ജർമ്മനിയുടെ പറഞ്ഞു, ഇറ്റലിയുടെ പറഞ്ഞു, എല്ലാ ലീഡേഴ്സുമായി. അപ്പം ആ മീറ്റിംഗിൽ പങ്കെടുത്തു നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഇലക്ഷനെ കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ ഡിസ്കഷൻ നടത്തി. അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ് ഫ്രണ്ട് പേജില്. ഞാൻ ഒരാളെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് കാനഡ ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് G7. മൊത്തത്തിൽ കാനഡയെ കൂടെ ചേർന്നപ്പോൾ G7 ആണെന്ന് പറഞ്ഞു. അപ്പൊ 6 കൺട്രിയുടെ പേരെ പറഞ്ഞായിരുന്നു. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ, അവിടെയും പ്രൈം മിനിസ്റ്റർ ആണ് ലീഡർ എന്ന് പറയുന്നത്, ജസ്റ്റിൻ ട്രൂഡോ. ഇന്ത്യയായിട്ട് അത്ര നല്ല ബന്ധമില്ലാത്ത രാജ്യമാണ്. TRUDEAU ജസ്റ്റിൻ ട്രൂഡോ. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസ്. അടുത്ത വീണ്ടും ഒരു ന്യൂസ് ഉണ്ട്. എക്സ്പോർട്സ് ബൗൺസ് 9% ബട്ട് ട്രേഡ് ഡെഫിസിറ്റ് ഹിറ്റ് 7-month പീക്ക് ഇൻ മെയ് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യും. ഇന്ത്യയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രി ആണ് അതിന്റെ ചാർജ് എന്ന് പറഞ്ഞത്. ആരാണ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ന്യൂ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് പീയൂഷ് ഗോയൽ ആണ് പുതിയ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പീയൂഷ് ഗോയൽ. അതുപോലെ കൊമേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സുനിൽ ബർത്വാൾ എന്ന് കണ്ടാണ് അദ്ദേഹത്തിന്റെ പേര്, എവിടെയോ ഉണ്ട്. കൊമേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സുനിൽ ബർത്വാൾ. ഇത് കൊമേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആണ്. മറ്റേത് കൊമേഴ്സ് മിനിസ്റ്റർ ആണ് ഞാൻ പറഞ്ഞത്, പീയൂഷ് ഗോയൽ. അപ്പോ ഇന്ത്യയുടെ എക്സ്പോർട്ട് കഴിഞ്ഞ മാസം, അതായത് മെയ്യിലെ ഡേറ്റയല്ലേ ഇപ്പൊ വരുന്ന, ജൂണിലെ ഡേറ്റ അടുത്ത മാസം വരുള്ളൂ. മെയ്യിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ 9% ഇൻക്രീസ്ഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ഇയറെ അപേക്ഷിച്ച് 9% ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇംപ്രൂവ് ചെയ്തു. അതേസമയത്ത് ഇമ്പോർട്ടും ഏതാണ്ട് നല്ല രീതിയിൽ പിന്നീട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒരേ സമയത്ത് ഇൻക്രീസ് ചെയ്താൽ ഈ എക്സ്പോർട്ട് കൂടിയതിന്റെ വലിയ ഗുണമൊന്നും കിട്ടാതാവും. ഇമ്പോർട്ട് കൂടെ കൂടുമ്പോൾ ഇമ്പോർട്ട് കുറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഒരു സ്റ്റാറ്റിക് ലെവലിൽ ഇരുന്നിട്ട് എക്സ്പോർട്ട് കൂടിയാൽ അത് നല്ലതാണ്.
ഇമ്പോർട്ട് കൂടുന്ന മോശമൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ എക്കോണമിക് ആക്ടിവിറ്റി കൂടുമ്പോഴാണ് ഇമ്പോർട്ട് കൂടുന്നത്. ഇന്ത്യക്ക് ഒരു ആവശ്യമില്ലാത്ത സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യും വെളിയിൽ നിന്ന്. നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? വെൻ അവർ എക്കോണമി ഈസ് ഡെവലപ്പിംഗ്, വെൻ അവർ എക്കോണമി ഈസ് പ്രോഗ്രസിംഗ്, then only we will import, then only our consumption need will increase inside our country. നമ്മളുടെ കൺസപ്ഷൻ രാജ്യത്തിന്റെ അകത്ത് കൂടുമ്പോഴല്ലേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അപ്പൊ ഇമ്പോർട്ട് കൂടുന്നത് നല്ലതൊക്കെ തന്നെയുണ്ട്. പക്ഷെ ഇമ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടി എക്സ്പോർട്ട് കുറഞ്ഞിരിക്കുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവും. എന്തുണ്ടാവും? ട്രേഡ് ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് മീൻസ് ഇമ്പോർട്ട് എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂ ഡിഫറൻസ് ആണ്. ഇറക്കുമതി കൂടിയും കയറ്റുമതി കുറഞ്ഞു വരുന്നാൽ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവും. ഈ ട്രേഡ് ഡെഫിസിറ്റ് വിൽ സബ്സിക്വന്റ്ലി increase our current account deficit. Trade deficit will subsequently increase our current account deficit. Current account deficit വലുതായിട്ട് കൂടാൻ പാടില്ല. What is current account deficit? നമ്മളുടെ ഇൻവേർഡ് റെമിറ്റൻസസും ഔട്ട്വേർഡ് റെമിറ്റൻസസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവേർഡ് റെമിറ്റൻസസ് ആൻഡ് ഔട്ട്വേർഡ് റെമിറ്റൻസസ്. ഔട്ട്വേർഡ് റെമിറ്റൻസസ് കൂടിയും തിരിച്ചായിരുന്നു ഞാൻ പറയണ്ട. ഔട്ട്വേർഡ് റെമിറ്റൻസസ് ഇൻവേർഡ് റെമിറ്റൻസസ് എന്നുള്ള ഡിഫറൻസ്. കാര്യം ഔട്ട്വേർഡ് റെമിറ്റൻസസ് എപ്പോഴും കൂടുതലായിരിക്കും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ. ഔട്ട്വേർഡ് റെമിറ്റൻസസ് അതിൽ ട്രേഡ് മാത്രമല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുടെ അങ്ങോട്ട് ഇപ്പൊ അമേരിക്കയ്ക്കും ജപ്പാനും റഷ്യക്കൊക്കെ അല്ലെങ്കിൽ ചൈനയ്ക്കൊക്കെ പൈസ കൊടുക്കാൻ കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് വിദേശത്തേക്ക് നമ്മൾ പല രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി ഗ്രാൻഡുകളൊക്കെ കൊടുക്കുമ്പം നമ്മൾ മാൽദീവ്സിനും പിന്നീട് ഭൂട്ടാനും ബംഗ്ലാദേശിനും നേപ്പാളിനും ഒക്കെ കൊടുക്കുക. അതെല്ലാം ഔട്ട്വേർഡ് റെമിറ്റൻസ് ആണ്. അതുപോലെ നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന വിദേശികളായിട്ടുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കും, അത് ഔട്ട്വേർഡ് റെമിറ്റൻസ് ആണ്. അതെല്ലാം എടുക്കും. അതുപോലെ ഈ വിധത്തിലെല്ലാം ഇന്ത്യക്ക് ഇങ്ങോട്ടും കിട്ടും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എക്സ്പോർട്ട് കുറഞ്ഞും ഇമ്പോർട്ട് കൂടിയും ഇരിക്കുമ്പോൾ there will be trade deficit. ഈ ട്രേഡ് ഡെഫിസിറ്റ് കൂടി പോകുമ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടിയാൽ ഇൻ ടേൺ അവർ റുപ്പി വാല്യൂ വിൽ ബി റെഡ്യൂസ്ഡ് അഗൈൻസ്റ്റ് ഡോളർ ലൈക്ക് ഇന്റർനാഷണൽ കറൻസീസ്. ഡോളർ അല്ലെങ്കിൽ യൂറോ ഒക്കെ പോലുള്ള ഇന്റർനാഷണൽ കറൻസീസിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ കുറയും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അൺഡിസൈഡ് എഫക്ട് എന്ന് പറയുന്നത്. ഏതിൻ്റെയാണ്? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഹാപ്പി ന്യൂസ് ആണ്. അവർ എക്സ്പോർട്ട് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് സബ്സ്റ്റാൻഷ്യലി ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് മെയ് ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ. അതാണ് ന്യൂസ് എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, അത് അത്യാവശ്യമുള്ള വലിയ ന്യൂസാണ്. ഇനി വേറൊരു ന്യൂസ്, ഡൽഹി ഡൽഹിയുടെ ലെഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയാണ്. വിനയ് കുമാർ സക്സേന ഈസ് ദ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് ഡൽഹി. അദ്ദേഹം നമ്മളുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയ മലയാളിയെ അറിയാമല്ലോ. നമുക്ക് ബുക്കർ പ്രൈസ് കിട്ടിയ 5-6 പേരേ ഉള്ളൂ ഇന്ത്യയിൽ ബുക്കർ പ്രൈസ് കിട്ടിയവർ. ബുക്കർ പ്രൈസ് എന്ന് പറയുമ്പോൾ വേൾഡിലെ ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ലിറ്ററേച്ചർ അവാർഡുകളിൽ ഒരെണ്ണമാണ് ബുക്കർ പ്രൈസ്. ആ ബുക്കർ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാർ ഒരു 5-6 പേരുണ്ട്. സൽമാൻ റുഷ്ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ബുക്കിന്റെ എഴുതിയ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. സൽമാൻ റുഷ്ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ. അതുപോലെ അരുന്ധതി റോയ്ക്ക് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരവിന്ദ് അഡിഗയ്ക്ക് ദ വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയാണ്. അരവിന്ദ് അഡിഗയ്ക്ക് ദ വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയാണ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയാണ് കിരൺ ദേശായിക്ക്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയാണ് കിരൺ ദേശായിക്ക്. അതുപോലെ ഗീതാഞ്ജലി ശ്രീ എന്ന് പറഞ്ഞൊരു ലേഡിക്ക്, ഗീതാഞ്ജലി ശ്രീ, അവർക്കാണ് ഏറ്റവും അവസാനം കിട്ടിയ ദ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയാണ്. ദ ടോംബ് ഓഫ് സാൻഡ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയാണ് ഗീതാഞ്ജലി ശ്രീ. ഇങ്ങനെ 5-6 പേർക്ക് മാത്രമേ ഇന്ത്യയിൽ നിന്ന് ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞ വേൾഡിലെ മോസ്റ്റ് റിനോൺഡ് ലിറ്ററേച്ചർ അവാർഡുകളിൽ ഒരെണ്ണമായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. പക്ഷെ അരുന്ധതി റോയ് നടത്തിയ ചില പരാമർശങ്ങൾ സെഷനിസ്റ്റ് പരാമർശങ്ങളാണ്, രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങളാണ്. അതായത് കാശ്മീരിന് ആസാദി കൊടുക്കണം എന്ന് പറഞ്ഞ് അവരൊരു 2010 നടന്നൊരു ഡൽഹി ഇവന്റില് അവര് സ്പീച്ച് നടത്തിയിട്ടുണ്ട്. അന്നത് ഭയങ്കര വിവാദമായി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങളൊക്കെ ബാങ്ക് ടെസ്റ്റും SSC എക്സാംസും മറ്റ് ഈ UPSC എക്സാംസും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അന്ന് ഇത് ഭയങ്കര വിവാദമാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇന്നാണ് അവരെ UAPA ചുമത്തി അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ. UAP എന്താണെന്നൊക്കെ അറിയാലോ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. UAP എന്താണ്? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നാണ് UAP എന്ന് പറഞ്ഞാൽ. അത് 6 മാസത്തേക്ക് ജാമ്യം കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത് ഒരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. വിനയ് കുമാർ സക്സേനയാണ് അത് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത്, അത് കൊടുത്തു. SC ആസ് NDA ഗവൺമെന്റ് ടു റിപ്ലൈ ടു പ്ലീസ് സീക്കിംഗ് പ്രോബ് ഇൻ നീറ്റ് UG. അതായത് നീറ്റ് എക്സാം ഇപ്പൊ നടന്നതായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ നിങ്ങൾക്ക് അറിയാം. അത് നടത്തിയ ഏജൻസി NTA ആണെന്ന് നിങ്ങൾക്ക് അറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.
അവരുടെ അടുത്ത് SC ചില സുപ്രീം കോർട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്, അതിന്റെ റെസ്പോൺസ് അവർ കൊടുക്കണം. പിന്നെ വേറൊരു ന്യൂസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോവിൻ പാനൽ സെറ്റ് ടു ടേബിൾ റിപ്പോർട്ട് ഓൺ സൈമിൾട്ടേനിയസ് പോൾ. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തേർഡ് ടേമിൽ അവരുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട് 2-3 കാര്യങ്ങൾ. If their alliance partners allow, then only they can go with that. They can go smoothly with that agenda. The first one is one nation, one poll. One nation, one poll. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോക്സഭ ഇലക്ഷൻ, അതുപോലെ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ത്രിതല ലോക്കൽ ബോഡി ഇലക്ഷൻസ്, ഇതെല്ലാം ഒരുമിച്ച് നടത്തണം എന്നുള്ളതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ. 2029 തൊട്ട് ഇലക്ഷൻ അങ്ങനെ ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അത് എങ്ങനെയൊക്കെ നടക്കും നമുക്ക് അറിഞ്ഞൂടാ. അത് നടത്താൻ വേണ്ടി, നടത്തണമെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയൊക്കെ. അപ്പം രാംനാഥ് കോവിന്ദ്, ഇന്ത്യയുടെ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഉൾപ്പെടുന്ന അദ്ദേഹം ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് വൺ നേഷൻ വൺ പോൾ എന്ന് പറയുന്ന സംവിധാനം എങ്ങനെ ഇന്ത്യയിൽ നടത്തണം എന്നുള്ള ഒരു സ്റ്റഡി ചെയ്ത റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ചോദിക്കാം, വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയെ ലീഡ് ചെയ്തത് ആരാണെന്ന്. അത് രാംനാഥ് കോവിന്ദ്, ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് അറിഞ്ഞിരിക്കുക. പിന്നെ CIC ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. CIC ഞാൻ മുമ്പ് പറഞ്ഞില്ല, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഈ CICയുടെ ജോലി എന്ന് പറഞ്ഞാൽ RT ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. RT ആക്ട് 2005 നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, വിവരാവകാശ നിയമം. ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ UPA 1 ഗവൺമെന്റ് അണ്ടർ ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് മൻമോഹൻ സിംഗ്. ആ ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടി ഉണ്ടായ ഏജൻസിയാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. ഇതിന്റെ ഹയസ്റ്റ് ഒഫീഷ്യൽ നെയിം CIC തന്നെ എന്നാണ് അറിയപ്പെടുന്നത്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ ഹെഡിനെ അറിയപ്പെടുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നാണ്. ഇപ്പോ അതൊരു പ്രധാനപ്പെട്ട പൊസിഷനാണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ LAL സമരിയ, SAMARIYA. ഹീരാലാൽ സമരിയ ഈസ് ദ CIC ഓഫ് ഇന്ത്യ. അപ്പൊ അതും അറിഞ്ഞിരിക്കുക. ഇത്രയൊക്കെയാണ് ആ പേജിലുള്ളത്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഒന്നും ആവശ്യമുള്ളതില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഒരു കാര്യം പറയാം. ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിന്റെ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് അധികാരമേറ്റ കാര്യം നിങ്ങൾക്കറിയാം. തെലുങ്കുദേശം പാർട്ടിയുടെ ലീഡറാണ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിന്റെ റണ്ണിംഗ് മേറ്റ് അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിൽ ഇല്ല. അത് അമേരിക്കയിലാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇലക്ഷനിൽ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനിക്കും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനിക്കും, ഇങ്ങനെ 2 പാർട്ടികളല്ലേ ഉള്ളൂ അമേരിക്കയിൽ. നവംബറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാം. നവംബറിലാണ് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അമേരിക്കൻ ഡെമോക്രസിയിൽ ഓൺലി 2 parties are there, ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് റിപ്പബ്ലിക്കൻ പാർട്ടി. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഒരു പ്രസിഡൻഷ്യൽ നോമിനി കാണും, ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഒരു പ്രസിഡൻഷ്യൽ നോമിനി കാണും. അത് മോസ്റ്റ് പ്രോബബ്ലി ദ റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനി വിൽ ബി ഡൊണാൾഡ് ട്രംപ് ഫോർ ദ നവംബർ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടി കാൻഡിഡേറ്റ് ഓൾറെഡി എല്ലാവർക്കും അറിയാം, ജോയ് ബൈഡൻ ആണ്, ഇപ്പോഴത്തെ ഇൻകംബന്റ് പ്രസിഡന്റ്. ബോത്ത് ഓഫ് ദം വിൽ ഹാവ് എ റണ്ണിംഗ് മേറ്റ്. കമല ഹാരിസ് തന്നെ ആയിരിക്കും മിക്കവാറും ജോയ് ബൈഡന്റെ റണ്ണിംഗ് മേറ്റ്. അതേസമയത്ത് ട്രംപിനും ഒരു റണ്ണിംഗ് മേറ്റ് ആണ്. ഈ റണ്ണിംഗ് മേറ്റ് ആയിരിക്കും എപ്പോഴും പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. അങ്ങനെ റണ്ണിംഗ് മേറ്റ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷെ ചന്ദ്രബാബു നായിഡുവിന് ഒരു അലയൻസ് പാർട്ട്ണർ ഉണ്ടായിരുന്നു, ജനസേന എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലീഡറായ പവൻ കല്യാൺ. ഈ പവൻ കല്യാൺ അവിടുത്തെ വലിയ ആക്ടറൊക്കെ ആയിരുന്നു. ഈ പവൻ കല്യാണാണ് ആന്ധ്രാപ്രദേശിന്റെ പുതിയ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ആരെന്ന് ചോദിച്ചാൽ ചന്ദ്രബാബു നായിഡു. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ആരെന്ന് വെച്ചാൽ പവൻ കല്യാൺ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ലൈക്ക് പൊസിഷൻസ് ആർ നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. ദാറ്റ്സ് വൈ there is no deputy chief minister in Kerala under Pinarayi Vijayan and there is no deputy prime minister in India under Narendra Modi. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു പൊസിഷൻ ഒന്നും അല്ല ഇതൊക്കെ. ഡ്യൂ ടു പൊളിറ്റിക്കൽ കമ്പൽഷൻസ് these positions are being given to some of the people in the ministry. അത് വലിയ ടോൾ ലീഡേഴ്സ് ഒക്കെ ഒരുപാട് പേര് ഒരു പാർട്ടിയിലുണ്ടെങ്കിൽ അവരെ ഒന്ന് പസിഫൈ ചെയ്യാൻ, അവരൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇപ്പൊ കർണാടകത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് 2 സ്റ്റാൾവാർട്ട് ലീഡേഴ്സ് ഉണ്ട്, സിദ്ധരാമയ്യയും ശിവകുമാറും. സിദ്ധരാമയ്യ ചീഫ് മിനിസ്റ്റർ ആകുമ്പോൾ ശിവകുമാർ ഒരു മിനിസ്റ്റർഷിപ്പ് കൊണ്ട് അങ്ങനെ ഒതുങ്ങിക്കൂടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പൊസിഷൻ കൊടുത്തു. വെൻ വാജ്പേയി വാസ് ദ ബിഗ്ഗസ്റ്റ് ലീഡർ ഓഫ് BJP, there was another leader with equal stature in BJP, that was LK Advani. So LK Advani got deputy prime minister under Vajpayee.
പക്ഷേ മോഡിക്ക് തുല്യനായിട്ടുള്ള ലീഡർ BJP-യിലില്ല ഇപ്പോൾ. അതുകൊണ്ട് അവിടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിന്റെ പൊസിഷൻ വരുന്നില്ല. പിണറായിക്ക് തുല്യനായിട്ടുള്ള ലീഡർ കേരളത്തിൽ ഇപ്പോൾ വേറെ ഇല്ല. അതുകൊണ്ട് അവിടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഇല്ല, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലായിടത്തും അതില്ലാത്തത്. ഇത്രയാണ് ഈ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ് ഉണ്ട്. ആ എഡിറ്റോറിയൽ ഫസ്റ്റ് എഡിറ്റോറിയൽ യഥാർത്ഥത്തില് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. കാരണം ഇതൊരു കോംപ്രിഹെൻഷൻ പാസേജ് ആയിട്ടാണ് ഞാൻ എപ്പോഴും എഡിറ്റോറിയൽസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു കോംപ്രിഹെൻഷൻ പാസേജ് ആയിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൽ ഫുള്ള് കുറെ കണക്കുകൾ അവർ പറഞ്ഞു. ആക്ച്വലി ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ ഈ ഒരു രീതിയിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ ഇത് എന്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറയാം. ആദ്യം CPI കുറിച്ചാണ്. CPI മീൻസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മീൻസ് ഇൻഡെക്സ് ഓഫ് എന്താണ്? റീറ്റെയിൽ ഇൻഫ്ലേഷൻ. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ് ദ ഇൻഫ്ലേഷൻ ഡയറക്ട്ലി അഫക്റ്റിംഗ് ദ കോമൺ മാൻ ഓഫ് ഇന്ത്യ ആൻഡ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ therefore becomes the basis of റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് മോണിറ്ററി പോളിസി. RBIയുടെ മോണിറ്ററി പോളിസിയുടെ ബേസിസ് ആയിട്ട് റീറ്റെയിൽ ഇൻഫ്ലേഷൻ മാറാൻ കാരണം തന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ് നമ്മൾ ഡയറക്ട്ലി ബാധിക്കുന്ന ഇൻഫ്ലേഷൻ. അതിന്റെ ഇൻഡെക്സ് ആണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതിപ്പോ കഴിഞ്ഞ മാസത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4.7% ആണ്. 4.75% ആണ്. 4.75% is a very comfortable figure if we consider the memorandum of understanding between the Reserve Bank of India and Government of India. Reserve Bank of India and Government of India തമ്മിലുള്ള memorandum of understanding അനുസരിച്ച് 4 plus or minus 2 should be the consumer price index always. 4 plus or minus 2. 4 2 കൂടാം അല്ലെങ്കിൽ 2 കുറയാം. അപ്പോൾ 4.75% is well within the range. അപ്പോൾ നമുക്ക് തോന്നുന്നു കംഫർട്ടബിൾ ആണ്. പക്ഷേ there is underlying threats ഈ 4.75 ഫിഗറിന്റെ അകത്ത്. കാരണം ഒരു സംഭവം ഒഴിച്ച് ബാക്കി മിക്കവാറുള്ള എല്ലാതും അണ്ടർ ലിമിറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ 4.75% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിന്നത്. പക്ഷെ ഒരു സംഭവം വളരെ കൂടുതലാണ്. ആ ഒരു സംഭവമാണ് ഡയറക്ട്ലി ഇവിടുത്തെ പുവർ പീപ്പിളിനെ എല്ലാവരെയും ബാധിക്കുന്നത്. ആ ഒരു സംഭവമാണ് ഫുഡ് ഇൻഫ്ലേഷൻ. നമ്മുടെ ഇൻഫ്ലേഷൻ്റെ അകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അത് റൂറൽ ഇൻഫ്ലേഷൻ, അർബൻ ഇൻഫ്ലേഷൻ അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ, ആ ഫുഡിൽ തന്നെ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ എത്രയാണ്, സീരിയൽസിന്റെ ഇൻഫ്ലേഷൻ എത്രയാണ്, പൾസസിന്റെ ഇൻഫ്ലേഷൻ എങ്ങനെയാണ്, എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഫ്യൂവലിന്റെ ഇൻഫ്ലേഷൻ, അതായത് പെട്രോളിയം പ്രോഡക്ട്സിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ ഇതിലുണ്ടാകുന്ന ഇൻഫ്ലേഷൻ, ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് കമ്പോണൻസ് ആർ ദെയർ ഇൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഫ്ലേഷൻ ഫിഗേഴ്സും പക്കയാണ്, കുഴപ്പമില്ല, വെരി വെൽ വിത്തിൻ ദ ലിമിറ്റ് ആണ്. പക്ഷെ ഒറ്റ കാരണം ഫുഡ് ഇൻഫ്ലേഷൻ, അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നം. ആ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുതലാണ്. അത് ഏതാണ്ട് 8.9% ആ റേഞ്ചിൽ ഇവിടെ പറയുന്നുണ്ട്. 8.69% ആണ് ഫുഡ് ഇൻഫ്ലേഷൻ. അതിൽ തന്നെ അർബൻ ഏരിയാസിൽ അത് കൂടുതലാണ്, 8.83 ആണ്. റൂറൽ ഏരിയാസിൽ അത് കുറവാണ്. അതിന്റെ പ്രധാന കാരണം വെജിറ്റബിൾസിന്റെ ഇൻഫ്ലേഷൻ ആണെന്നാണ് പറഞ്ഞത്. വെജിറ്റബിൾസിന്റെ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ, അതിനകത്ത് 3 എണ്ണമാണ് ഹെവി വെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ വെജിറ്റബിൾസിനകത്ത് 3 സൂപ്പർ സ്റ്റാറുകളുണ്ട്. ഒന്ന്, അത് നമ്മളെല്ലാവർക്കും അങ്ങനെയാണ്, നോർത്ത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഒനിയൻ, ടൊമാറ്റോ ആൻഡ് പൊട്ടറ്റോ. ഇത് 3. ഇവരുടെ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണ്. 25%, 27% ഒക്കെയാണ് അതിന്റെ ഇൻഫ്ലേഷൻ. അതുകൊണ്ടാണ് ഓവറോൾ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ ഫുഡ് ഇൻഫ്ലേഷൻ 8.69% ഒക്കെ വരുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഇൻഫ്ലേഷൻ അറൌണ്ട് 27% ആണ്. വെജിറ്റബിൾ ഇൻഫ്ലേഷൻ മാത്രം നോക്കിയാൽ അതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ഒനിയന്റെയും പൊട്ടറ്റോയുടെയും ടൊമാറ്റോയുടെ ഒക്കെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. ആസ് കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ 35% ഒക്കെയാണ് ഈ പൊട്ടറ്റോയുടെ ഒക്കെ പ്രൈസ് കൂടിയത്. അപ്പം അത് മന്ത് ഓൺ മന്ത് ഈ 2 രീതിയിൽ നോക്കും അവർ. ഇയർ ഓൺ ഇയർ നോക്കും, വൈ എന്ന് പറയും. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷം ഈ മാസത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ മാസം എത്ര കൂടി, പിന്നെ MOM മന്ത് ഓൺ മന്ത്, അതായത് തൊട്ട് മുന്നത്തെ മാസത്തെ അപേക്ഷിച്ച് എത്ര കൂടി. ഇതൊക്കെ എത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ വെജിറ്റബിൾസിന്റെ പ്രൈസസ് കൂടുന്നത് കൊണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നു. ആ വെജിറ്റബിൾസിന്റെ അകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ട എസെൻഷ്യൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള ടൊമാറ്റോ, പൊട്ടറ്റോ, അതുപോലെ ഒനിയൻ, ഇതിന്റെയൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഇനി അടുത്ത മാസത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ജൂണിലെ കാൽക്കുലേറ്റ് ചെയ്ത് ജൂലൈയിലാണല്ലോ പറഞ്ഞത്, ജൂണിൽ കാൽക്കുലേറ്റ് ചെയ്ത് ജൂലൈയിൽ പറയുമ്പോഴും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം അപ് ടു ജൂൺ 14 വരെ, അതായത് ഇന്നലെ വരെയുള്ള ഇൻഫ്ലേഷൻ്റെ ഈ പറഞ്ഞ സാധനങ്ങളിൽ, ഈ ഒനിയനിലും പൊട്ടറ്റോയിലും ടൊമാറ്റോയിലും ഒക്കെ ഇൻഫ്ലേഷൻ്റെ ആ ഒരു കണക്ക് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്റെ പ്രൈസ് മോണിറ്ററിംഗ് ഡിവിഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇന്നലെ വരെയുള്ള, അതായത് ജൂണിലെ കാര്യം നോക്കിയാലും, ഇത് മെയിലെ കാര്യമാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്, ജൂണിലെ കാര്യം നോക്കിയാലും ഇന്നിപ്പോൾ ജൂൺ 15 ആണ്. ജൂൺ 14 വരെയുള്ള കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ പൊട്ടറ്റോയുടെയും അതുപോലെ ഒനിയന്റെയും
അതുപോലെ ടൊമാറ്റോയുടെ ഒക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജൂണിലും ഈ ഫുഡ് ഇൻഫ്ലേഷന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇനി ഫുഡ് ഇൻഫ്ലേഷൻ ഞാൻ ഇത്രയും നേരെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ ഡിസ്കസ് ചെയ്തേക്കുന്ന വെജിറ്റബിൾസിന്റെ കാര്യം പറഞ്ഞു. ഇനി വെജിറ്റബിൾസ് കഴിഞ്ഞ് നമ്മൾ സീരിയൽസിലേക്ക് പോയാലോ. സീരിയൽസ് ആണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന റൈസ്, വീറ്റ്, ആട്ട. ഇത് മൂന്നുമാണ് നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. റൈസും വീറ്റും ആട്ടയും. മില്ലറ്റ്സ് ഒക്കെ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഈ മൂന്നിന്റെയും പ്രൈസ് നോക്കിയപ്പോൾ ഇതും ഈ പ്രൈസ് മോണിറ്ററിംഗ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് നോക്കിയപ്പോൾ ഇന്നലെ വരെ അതിലും വലിയ ഇൻഫ്ലേഷൻ ആണ്. അവരതിന്റെ കണക്കുകൾ പറഞ്ഞിട്ട് വീറ്റ് 5.7% കൂടിയെന്നും റൈസിന്റെ വില 13% കൂടിയെന്നും ആട്ടയുടെ വില 4.7% കൂടിയെന്നൊക്കെ. അപ്പം ഓവറോൾ ഫുഡ് ഇൻഫ്ലേഷൻ ഈ മാസവും അതായത് ജൂണിലും കൂടിയിരിക്കാനാണ് സാധ്യത. മെയിലെ കാര്യം പറയുമ്പോൾ ജൂണിലെയും കൂടെ അവർ പറയുകയാണ് ജൂണിലും വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ പൾസസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ദാലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഗ്രാം, ദാൽ, ഉറാദ്, മൂങ് ദാൽ, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് ഭയങ്കര കൂടുതലാണ്. എത്ര ശതമാനം വെച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടി, ഇതൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ കൂടെ വിഷയം വേറെ ഒന്നുകൂടെ ഉണ്ട്. മൺസൂൺ, ഈ എബവ് നോർമൽ മൺസൂൺ മഴ കിട്ടും എന്നാണ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നമ്മളുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും ജൂണിന്റെ തുടക്കത്തിൽ മിക്ക അഗ്രേറിയൻ സ്റ്റേറ്റുകളിൽ, കേരളം ഒന്നും അഗ്രേറിയൻ സ്റ്റേറ്റ് അല്ല, അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന അഗ്രേറിയൻ സ്റ്റേറ്റുകളിലും ഓൾമോസ്റ്റ് 12% ഡെഫിഷ്യന്റ് ആണ് മഴ എന്ന് പറഞ്ഞത്. ഇനി പെയ്യുമായിരിക്കും, പക്ഷെ നൗ ഇറ്റ് ഈസ് ഡെഫിഷ്യന്റ്. അപ്പൊ അതുകൂടെ വരുമ്പോഴത്തേക്ക് ഇറിഗേഷനൊക്കെ അത് ബാധിക്കും. ഡാമുകളിൽ വെള്ളമില്ല, അപ്പൊ വീണ്ടും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ വീണ്ടും നമ്മളുടെ ഈ പൾസസിലെയും വെജിറ്റബിൾസിലെയും അതുപോലെ സീരിയൽസിലെയും ഒക്കെ പ്രൈസസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഓവറോൾ ഫുഡ് ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. ടോട്ടൽ ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കുമ്പോൾ 4 എന്നൊക്കെ കിടക്കുന്നതാണെന്ന് നമുക്ക് സന്തോഷമാണെങ്കിലും ഇതിന്റെ അണ്ടർലൈങ് ഫാക്ട് ഇതാണ് എന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അപ്പം മൊത്തം കുറെ കണക്കുകളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത എഡിറ്റോറിയലാണ് ആദ്യമായിട്ടൊക്കെ ഇത് വായിക്കുന്നവരൊക്കെ. ഇനി രണ്ടാമത്തെ വൺ മോർ ചാൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, അത് സാധാരണ ഒരു എഡിറ്റോറിയൽ തന്നെ, ഒരു വേൾഡിനെ കുറിച്ചുള്ള ഒരു ഇന്റർനാഷണൽ അഫെയറുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റോറിയൽ. അതായത് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് വാറിനെ കുറിച്ച്. ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള വാറില് സീസ് ഫയർ അഗ്രിമെന്റ്, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി ആവശ്യപ്പെട്ടേക്കുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ തുടർച്ചയായിട്ട് രണ്ടാമത്തെ തവണയാണ് അവിടെ റെസൊല്യൂഷൻ, അവിടുത്തെ വാർ അവസാനിപ്പിക്കണം, സീസ് ഫയർ വെടിനിർത്തൽ കരാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. മാർച്ചിലും അവർ റെസൊല്യൂഷൻ പാസ്സാക്കിയിരുന്നു. മാർച്ചിലെ റെസൊല്യൂഷന്റെ പ്രത്യേകത UN സെക്യൂരിറ്റി കൗൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പേഴ്സിൽ ഒരാളായ US അതിൽ പങ്കെടുത്തിരുന്നില്ല. US ഇത് അബ്സ്റ്റെയിൻ ചെയ്തു. പക്ഷെ ഇത്തവണ അമേരിക്ക തന്നെയാണ് ഈ റെസൊല്യൂഷൻ കൊണ്ടുവന്ന് പാസ്സാക്കി എടുപ്പിച്ചത്. അത് ജോയ് ബൈഡന്റെ ഒരു പദ്ധതിയാണ്. ജോയ് ബൈഡൻ ഒരു 3 phase പ്ലാൻ കൊണ്ടുവരുന്നു. ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള വാർ അവസാനിപ്പിക്കാൻ തൽക്കാലത്തേക്കെങ്കിലും. ആ 3 phase പ്ലാൻ ആക്ച്വലി ബൈഡൻ പറയുന്നത് അത് ഇസ്രായേലും കൂടെ അക്സെപ്റ്റ് ചെയ്ത പ്ലാൻ ആണെന്നാണ്. പക്ഷെ ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഒഫീഷ്യലി ഇതുവരെയ്ക്കും അത് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഇതിൽ അവർ എന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഈ ഒരു 3 phase പ്ലാനിൽ അവർ പറയുന്ന ആദ്യം ഒരു കുറച്ച് ദിവസം വാർ നിർത്തിവെക്കും. ആ സമയത്ത് ഒരു 6 week ആണത് ഫസ്റ്റ് ഫേസിൽ 6 week നിർത്തിവെക്കും. ആ സമയത്ത് ഈ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസിൽ ഇസ്രായേലിന്റെ പട്ടാളം പിൻവലിക്കും. അപ്പോൾ കൂടുതൽ എയ്ഡ് ട്രക്കുകൾ, ഒരുപാട് സഹായങ്ങളും കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. കുറച്ച് എന്നിട്ട് ഒപ്പം ഒരു 10-33 ഇസ്രായേലി ഹോസ്റ്റേജസിനെ ഹമാസ് പിടിച്ചു വെച്ചേക്കുന്നത് വിട്ടുകൊടുക്കണം. പിന്നെ രണ്ടാമത്തെ ഫേസിൽ എന്താണെന്നൊക്കെ അവർ പറഞ്ഞെങ്കിൽ വായിച്ചാൽ മനസ്സിലാവും. സെക്കൻഡ് ഫേസിൽ റിമൈനിങ് ഹോസ്റ്റേജസിനെ ഹമാസ് വിട്ടുകൊടുക്കണം. മൂന്നാമത്തെ ഫേസിൽ യുദ്ധം കംപ്ലീറ്റ്ലി അവസാനിപ്പിച്ചിട്ട് അവിടെ ഗാസയുടെ റീകൺസ്ട്രക്ഷൻ, ഇപ്പൊ ആകെ പൊളിഞ്ഞു പോയല്ലോ, ഗാസയുടെ റീകൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹമാസ് ഒന്നാമത്തെ കാര്യം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇസ്രായേല് അംഗീകരിച്ചാണെന്ന് ബൈഡൻ ഗവൺമെന്റ് പറയുമ്പോഴും ഇസ്രായേലി ഗവൺമെന്റ് ഇതുവരെയ്ക്കും അത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. എന്നിട്ട് ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു എന്നത് പ്രൈം മിനിസ്റ്ററിന് പിന്നീട് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ബെന്നി ഗാൻസ് എന്ന് പറഞ്ഞ അയാളുടെ ഒരു അലയൻസ് പാർട്ണർ ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഇത് ക്വിറ്റ് ചെയ്തു, ബെന്നി ഗാൻസ്. അപ്പൊ ഇനി ബാക്കിയുള്ള കുറച്ച് അലയൻസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാർ റൈറ്റ് അലയൻസ് പാർട്ട്നേഴ്സ്, അവർ യുദ്ധം നിർത്തിയാൽ അപ്പം നെതന്യാഹുവിനുള്ള പിന്തുണ പിൻവലിക്കും എന്ന് പറയുന്ന, മുച്ചൂടും മുടിച്ചിട്ടേ നിർത്താവോളം ആവശ്യപ്പെടുന്ന, ഹമാസിനെ ഡിസ്ട്രോയ് ചെയ്ത് അവരെ ഇല്ലാതാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ആവശ്യപ്പെടുന്ന വലതുപക്ഷ തീവ്രവാദ രാഷ്ട്രീയക്കാരാണ് ഇനി ബാലൻസ് ആരുടെ ഉള്ളത്, ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ളത്. അപ്പം
അതുകൊണ്ട് തന്നെ നെതന്യാഹു അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ സാക്രിഫൈസ് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ തയ്യാറാകുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നും ഈ എഡിറ്റോറിയലിൽ പറയുന്നുണ്ട്. ഒപ്പം ഹമാസിന്റെ ആവശ്യങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായിട്ടും യുദ്ധം നിർത്തുക, ചൈന ടർക്കിയെ പോലുള്ള രാജ്യങ്ങൾ അവർക്ക് ചില പ്രോമിസസ് കൊടുക്കുക, ഹോസ്റ്റേജസിന് ഇസ്രായേലിന്റെ സൈഡിൽ ഒരുപാട് ഹോസ്റ്റേജസ് ഉണ്ട് ഹമാസിന്റെ. ആ ഹമാസ് ഹോസ്റ്റേജസിനെ ആരെയൊക്കെ അവർ ഘട്ടം ഘട്ടമായിട്ട് റിലീസ് ചെയ്യണമെന്ന് ഇസ്രായേലല്ല തീരുമാനം. ഇസ്രായേലല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഇസ്രായേലല്ല തീരുമാനിക്കണം. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന അവരുടെ നേതാക്കന്മാരെയൊക്കെ അവർ ആദ്യം റിലീസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. ഹമാസ് പറയുന്ന ആൾക്കാരെ ആദ്യം റിലീസ് ചെയ്യണം. അങ്ങനെയൊക്കെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ഡിമാൻഡ്സ് ആണ് ഹമാസ് വെച്ചേക്കുന്നത്. അപ്പൊ രണ്ട് സൈഡിലും കടുംപിടുത്തമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം പെട്ടെന്ന് ഈ വെടിനിർത്തലൊക്കെ ഈ പറയുന്ന പോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഹിന്ദു സംശയം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും 37,000-ഓളം ആൾക്കാർ മരിച്ചു. 2.3 മില്യൺ, അതായത് 23 ലക്ഷം ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസും ഇസ്രായേലും വേണ്ട കരുതൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സർവനാശമായിരിക്കും ഫലം എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇനി ഇന്നത്തെ ഹിന്ദുവില് ശശി തരൂർ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, റീഇമാജിനിങ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റിനും സെന്ററിനും ഏതാണ്ട് തുല്യമായിട്ടുള്ള അധികാരമുള്ള ആ ഒരു അപ്രോച്ചിനെയാണല്ലോ ഫെഡറലിസം എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്കയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫെഡറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഉള്ളത്. അവിടെ സ്റ്റേറ്റുകൾക്ക് നിസ്സീമമായ അധികാരമുണ്ട്, പക്ഷേ സെന്റർ ആണ് അൾട്ടിമേറ്റ്ലി ആ രാജ്യത്തെ യൂണിഫൈ ചെയ്ത് നടത്തുന്നത്. ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ ഇന്ത്യയിൽ, പക്ഷെ അങ്ങനെ നിസ്സീമമായ ലിമിറ്റ്ലെസ് പവേഴ്സ് ഒന്നും നമ്മളുടെ സ്റ്റേറ്റുകൾക്ക് ഇല്ല. പക്ഷെ ഈ എഡിറ്റോറിയലിൽ ശശി തരൂർ പറയുന്നത് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം സ്റ്റേറ്റുകൾക്ക് ഉണ്ടായിരുന്ന പവറുകളും കൂടെ കുറേച്ച് അവർ കവർന്നെടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ സ്റ്റേറ്റുകളുടെ പവർ കുറഞ്ഞു വരികയാണ്. ഇനിയെങ്കിലും ഈ ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഇപ്പം മോഡി ഗവൺമെന്റിന്റെ മെജോറിറ്റിയൊക്കെ കുറഞ്ഞത് കൊണ്ട് തയ്യാറാവണമെന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു കൺസേൺ തരൂർ പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഞാൻ പറയേണ്ടിയിരുന്നതാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞൊരു എക്സർസൈസിനെ കുറിച്ചാണ്. ഡീലിമിറ്റേഷൻ മോഡി ഗവൺമെന്റ് 2026 ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന സംഭവമാണ് ഡീലിമിറ്റേഷൻ. ഒരു സെൻസസ് നടത്തിയിട്ട് ഇന്ത്യയിൽ ഡീലിമിറ്റേഷൻ, ആക്ച്വലി ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീലിമിറ്റേഷൻ ഈസ് ആൻ എസെൻഷ്യൽ തിങ്. ബട്ട് under the current circumstances, if delimitation is conducted as per the Constitution of India, our southern states will suffer in the parliamentary elections. Parliament election, southern states. എന്താണ് കാര്യം എന്നറിയാമോ? ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പോപ്പുലേഷൻ അനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ പുനർനിർണയം നടത്തണം. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുതലുള്ളതെന്ന് അറിയാമോ? ഉത്തർപ്രദേശ് ഈസ് ദ സ്റ്റേറ്റ് ഹാവിംഗ് ദ മാക്സിമം പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, the population will decide the number of constituencies in a particular state. അതുകൊണ്ടാണ് കേരളത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസീസ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉള്ളത്. എന്താ? മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. ലൈക്ക് വൈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് Uttar-Pradesh. That's why Uttar-Pradesh is having maximum number of Lok Sabha seats. 80 Lok Sabha seats are there. BJPക്ക് എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ഇപ്പൊ ഇന്ത്യയിൽ ഇല്ലാതായി പോയത്? അവർക്ക് തിരിച്ചടി ഉത്തർപ്രദേശിൽ ഉണ്ടായതുകൊണ്ടാണ്. അവർക്ക് മുമ്പ് 63 സീറ്റ് ഉണ്ടായിരുന്നു, 36 സീറ്റായിട്ട് കുറഞ്ഞു, പകുതിയായിട്ട് കുറഞ്ഞു. അല്ലെങ്കിൽ സുഖമായിട്ട് ഭൂരിപക്ഷം കിട്ടാൻ അവർക്ക് 30 സീറ്റ്സും കൂടെ മതി ഭൂരിപക്ഷത്തിന്. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റുകളുടെ എണ്ണം നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഡീലിമിറ്റേഷൻ എക്സർസൈസ് 1971 ശേഷം ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് പാർലമെന്റിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന അമെന്റ്മെന്റിന്റെ പേര് ഇതിൽ എവിടെയോ അദ്ദേഹം പറയുന്നുണ്ട്, ശശി തരൂർ. 91st അമെന്റ്മെന്റ് വഴി ആണ് പിന്നീട് 1971 91st അമെന്റ്മെന്റ് അല്ല, അതിനൊക്കെ ശേഷം 91st അമെന്റ്മെന്റ് 2000 സംതിങ്ങിലാണ് 91st അമെന്റ്മെന്റ് വരുന്നത്. 1971 തൊട്ടേ ഓരോരോ അമെന്റ്മെന്റ് കൊണ്ട് ഇതിന്റെ ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്തു. കാരണം എന്താണെന്ന് അറിയാമോ? കാരണമായിട്ട് പറയപ്പെടുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വാസ് ഹാപ്പനിങ് all around North India and Central India, but at the same time southern states effectively control their population through their very efficient family planning measures. അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ കുറഞ്ഞു, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും സെൻട്രൽ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ കൂടി, ഈസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് എന്ത് സംഭവിക്കും? ഉത്തർപ്രദേശിലുള്ള ഈ 80 ലോക്സഭാ സീറ്റുകളുടെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടും. ചിലപ്പോൾ 150 ലോക്സഭാ സീറ്റൊക്കെ ആവും ഉത്തർപ്രദേശിൽ, ബീഹാറിലും ഒരു പരിധിവരെ മധ്യപ്രദേശിലും ഒക്കെ. പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ഉള്ള സീറ്റ് അതുപോലെ നിൽക്കും.
അല്ലെങ്കിൽ ഒരു കുറച്ചെങ്ങനെ കൂടും. അപ്പോൾ ഇഫക്റ്റീവ്ലി എന്ത് സംഭവിക്കും? BJP പോലുള്ള പാർട്ടികൾ നോർത്ത് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അവർക്ക് നോർത്ത് ഇന്ത്യ മാത്രം ജയിച്ചാൽ മതി, സൗത്ത് ഇന്ത്യ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ കാലവും അവരുടെ ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ തുടരും. ആ ഒരു പ്രശ്നം ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റും ഡീലിമിറ്റേഷൻ, കാരണം അങ്ങനെ ചെയ്യണമെന്നാണ്. പക്ഷെ അത് സദേൺ സ്റ്റേറ്റുകളിൽ എന്താ പറയുക പണിഷ് ചെയ്യുന്ന പോലെ ആയിപ്പോവും എന്നൊക്കെയാണ് തരൂർതി പറഞ്ഞത്. അത് മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല കുറച്ച് അറിവ് കിട്ടും. ഓക്കെ. പിന്നെ ഇന്ത്യാസ് ഗ്രോത്ത് സ്റ്റോറി ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഹേർഡിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ആക്ച്വലി ഇന്ത്യയുടെ ഫെമ റൂൾസിൽ വന്ന ചില അമെന്റ്മെന്റ്സ് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഫെമ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് ഫെമ. ഈ ഫെമയിൽ കോവിഡിന്റെ സമയത്ത് 2020 അതായത് 2020 ചില അമെന്റ്മെന്റ്സ് വന്നു. ഈ അമെന്റ്മെന്റ്സ് മെയിൻലി ഉദ്ദേശിച്ച കോവിഡിന്റെ ഒക്കെ സമയത്ത് ഇന്ത്യയിലെ ഒരുപാട് കമ്പനികളിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായി, ഫിനാൻഷ്യൽ ക്രൈസിസ്. ചൈനയ്ക്ക് ആവശ്യം പോലെ പൈസയുണ്ട്, ആവശ്യം പോലെ പൈസയുള്ള ചൈനീസ് കമ്പനികളുണ്ട്. ഇവർ ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ്, ഈ പല കമ്പനികളെ ഹാർഡ്ഷിപ്പ് നേരിടുമ്പോഴത്തേക്ക് ഒരു പൈസയായിട്ട് വന്ന് ഈ കമ്പനികളെ ടേക്ക് ഓവർ നടത്തും. അങ്ങനെ ടേക്ക് ഓവർ നടത്തുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫെമയിൽ കുറച്ച് അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നത്. അത് ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഈ ആർട്ടിക്കിളിൽ. ഈ ആർഗ്യുമെന്റ് ശരിയായിക്കൊള്ളണമെന്നില്ല. ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്നതാണ് ഇതിലെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ബൈ 2027 വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കോണമി ആവുക. ബൈ 2027 ഇന്ത്യ വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കോണമി ആവും. ഒപ്പം ഇന്ത്യയുടെ GDP $5 ട്രില്യൺ എക്കോണമി ആയിട്ടും മാറും എന്നാണ് പറയുന്നത്. $5 ട്രില്യൺ എക്കോണമി. ഇപ്പൊ നമ്മൾ $3.84 ട്രില്യൺ ഒക്കെ ആയിട്ടുണ്ട്. $5 ട്രില്യൺ ആയിട്ട് അടുത്ത 2 വർഷം കൊണ്ട് ഇന്ത്യയുടെ എക്കോണമി ആവുന്ന പറയുന്നത്. 2027 ഇന്ത്യ വിൽ ബിക്കം ദ വേൾഡ്സ് 3rd ലാർജസ്റ്റ് എക്കോണമി ആഫ്റ്റർ USA ആൻഡ് ചൈന. അപ്പം അതിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആവശ്യം ഇല്ലാത്ത ന്യൂസുകൾ. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ Law Ministry plans to place report on simultaneous polls before cabinet at the earliest. നമ്മളത് ഫ്രണ്ട് പേജിൽ വായിച്ച കാര്യമാണ്. 1 nation 1 election. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. രാംനാഥ് കോവിന്ദ്, ഇന്ത്യയുടെ പഴയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അത് ലോ മിനിസ്ട്രിക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ലോ മിനിസ്ട്രിയാണ് അത് ക്യാബിനറ്റിൽ അവതരിപ്പിക്കേണ്ടത്. ക്യാബിനറ്റ് അണ്ടർ ചെയർമാൻഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് അത് ഡിസൈഡ് ചെയ്തിട്ട് ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ പിന്നെ അവതരിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇത് ലോ മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ആരാണ്? അർജുൻ രാം മേഘ്വാൾ. ഞാൻ മിനിസ്റ്റേഴ്സിന്റെ പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി. അർജുൻ രാം മേഘ്വാൾ ഈസ് ദ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ഫോർ ലോ ആൻഡ് ജസ്റ്റിസ്. പിന്നെ പാർലമെന്റില് ഈ നമ്മളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയൊക്കെ പ്രതിമകൾ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി. ആ സ്ഥലത്തിന്റെ പേരാണ് പ്രേരണാസ്ഥൽ. എന്താണ് അത് അറിഞ്ഞിരിക്കണം. ഇന്ന് അതിന്റെ ഇനാഗുറേഷൻ ആണ്. പ്രേരണാസ്ഥൽ. പാർലമെന്റിൽ ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയൊക്കെ സ്റ്റാച്യൂസ് നിൽക്കുന്ന സ്ഥലം. CIC കാര്യം ഞാൻ ഇത് പറഞ്ഞായിരുന്നു നേരത്തെ, RT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് CIC. പിന്നെന്താണ്, പിന്നെ ഈ പേജിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ നിങ്ങളടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചത് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയലും എല്ലാം റീറ്റെയിൽ ഇൻഫ്ലേഷനെ കുറിച്ചായിരുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ WPI ഉണ്ട്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI. വി ആർ നോട്ട് ഷോയിങ് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റ് ഇൻ WPI. അതിന്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ട്ലി നമ്മളെ അഫക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ആയതുകൊണ്ടാണ്. RBIയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ് ഒക്കെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആയത്. അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ അത്രത്തോളം സീരിയസ്നെസ്സോട് പഠിക്കാറില്ല. പക്ഷേ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഇസ് ഓൾസോ ഗ്രാജുവലി ഇൻക്രീസിങ് ഇൻ ഇന്ത്യ. അത് 15 മന്ത് ഹൈ ആയി ഇപ്പം മാറി. ആ ഇൻഫ്ലേഷൻ ഫിഗർ നമ്മൾ പഠിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ആക്ച്വലി WPI ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിന്റെ ഇൻപുട്ട് കോസ്റ്റ് കൂടുമ്പോഴാണ് മെയിൻലി WPI കൂടുന്നത്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കൂടുന്നത് ബിസിനസിന്റെ ഇൻപുട്ട് കോസ്റ്റ്, അതായത് മെയിൻലി റോ മെറ്റീരിയലൊക്കെ ഉണ്ടാകുന്ന പ്രൈസ് ഇൻക്രീസ് ആണ് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് ഡയറക്ട്ലി നമ്മളെ ബാധിക്കാത്ത കാര്യം, പലപ്പോഴും അത് ഡയറക്ട്ലി നമ്മളിലേക്ക് പാസ് ഓൺ ചെയ്യാറില്ല. ചില സമയത്ത് ഒരു പ്രൈസ് ഇൻക്രീസ് ആയിട്ട് നമ്മളിലേക്ക് പാസ് ഓൺ ചെയ്യും, അപ്പോഴത്തേക്ക് അത് നമ്മളെ ബാധിക്കും. ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ നിങ്ങൾക്ക് അറിയാം, പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ പോലെ 1-2 ഫിഗേഴ്സ് ഇതിലുണ്ട്. ഡിസിൻഫ്ലേഷൻ ആൻഡ് സ്റ്റാഗ്ഫ്ലേഷൻ.
സോറി സ്റ്റാഗ്ഫ്ലേഷൻ വേറെയാണ്, സ്റ്റാഗ്ഫ്ലേഷൻ അല്ല ഡിഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷനും ഉണ്ട്, സ്റ്റാഗ്ഫ്ലേഷൻ. ഇൻഫ്ലേഷൻ പ്രൈസ് റൈസ്, ഡിസ്ഇൻഫ്ലേഷൻ സ്റ്റിൽ പ്രൈസ് റൈസ് ബട്ട് ദാറ്റ് റേറ്റ് ഓഫ് പ്രൈസ് റൈസ് വിൽ ബി റെഡ്യൂസ്ഡ്. അതായത് 7% ഇൻഫ്ലേഷൻ ഇപ്പോൾ കരുതി അത് ഇൻഫ്ലേഷൻ ആണ്. അടുത്ത മാസം കാൽക്കുലേറ്റ് ചെയ്തത് 6% കുറഞ്ഞു, അതിന്റെ അടുത്ത പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്തത് 5% കുറഞ്ഞു, അതിന്റെ അടുത്ത മാസം കാൽക്കുലേറ്റ് ചെയ്തത് 4% ആയിട്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് ദർ ഈസ് സ്റ്റിൽ ഇൻഫ്ലേഷൻ ഓഫ് 4% at present, but it is gradually decreasing from the highest level of 7%. Even if the inflation is persisting in a particular place, that rate of inflation is gradually decreasing. അതിനാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി അത് കുറഞ്ഞു 0 വന്നിട്ട് 0 ഇന്ന് മൈനസിലേക്ക് പോകുന്ന -1 -2 അങ്ങനെ ടെറിട്ടറിയിലേക്ക് പോകുന്ന ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് പണച്ചുരുക്കം എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ എന്ന് പറയും ഡിഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഹൈയും ഗ്രോത്ത് സ്ലോയും അൺഎംപ്ലോയ്മെന്റ് ഹൈയും ഇതെല്ലാം കൂടെ സൈമിൾട്ടേനിയസ്ലി ഉള്ള അവസ്ഥയാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ഹൈ, GDP ഗ്രോത്ത് സ്ലോ, അതിന്റെ കൂടെ തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് ഹൈ, അതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. പിന്നെ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അത് പഠിച്ചു വെച്ചേക്ക്. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ്. ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടെലികോം സെക്ടറിന്റെ റെഗുലേറ്റർ, ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഡൽഹി. ട്രായുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹി. ഇന്ത്യയുടെ ടെലികോം സെക്ടർ റെഗുലേറ്റർ ആണ്. ട്രായുടെ പുതിയ ചീഫ് അനിൽകുമാർ ലഹോട്ടിയാണ്, LAHOTA. അനിൽകുമാറിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, LAHOTA, അനിൽകുമാർ ലഹോട്ടി. ഇത്രയാണ് ഈ പേജിലുള്ളത്. അതിനടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജ്, അതിൽ G7 ലീഡേഴ്സിന്റെ മീറ്റിങ്ങിനെ കുറിച്ച് അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. G7 ലീഡേഴ്സിന്റെ മീറ്റിംഗ്. പിന്നെ പിന്നെന്താണ്, പിന്നെ താഴോട്ട് വരുമ്പം ബർഗൺ സ്റ്റോക്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. ബർഗൺ സ്റ്റോക്ക് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ബർഗൺ സ്റ്റോക്ക്. ബർഗൺ സ്റ്റോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് എന്താണ്? പീസ് സമ്മിറ്റ് ഓൺ യുക്രൈൻ. പീസ് സമ്മിറ്റ് ഓൺ യുക്രൈൻ. പീസ് സമ്മിറ്റ് ഓൺ യുക്രൈൻ. ഇത് സ്വിറ്റ്സർലൻഡിന്റെ നേതൃത്വത്തിലാണ്. പക്ഷെ ഇന്ത്യയുടെ ടോപ്പ് ലീഡേഴ്സിനെ സെൻഡ് ചെയ്തിട്ടില്ല. റഷ്യ അത് വിളിച്ചിട്ടില്ല. റഷ്യ ഇല്ലാതെ പിന്നെ എന്താണ് പീസ് സമ്മിറ്റ്? യുക്രൈനിലെ വാർ അവസാനിക്കുന്ന റഷ്യ വേണ്ടേ? റഷ്യ വാസ് നോട്ട് ഇൻവൈറ്റഡ് ഫോർ ദ മീറ്റിംഗ്. Since Russia is a strategic partner of India doesn't want to annoy Russia. That's why India decided not to participate at government level, but in the bureaucratic level, India government decided to participate. അതായത് ഗവൺമെന്റ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനായ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ബ്യൂറോക്രാറ്റിക് ലെവലിലാകുമ്പോൾ വല്ല IAS ആരെയും പറഞ്ഞു വിടും. പവൻ കുമാർ എന്നങ്ങണ്ട് പറഞ്ഞൊരു IAS ആറിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടെ. ഓക്കെ, പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. T20 കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ദിവ്യ ദേശ്മുഖിന്റെ ഒരു ഫോട്ടോ കാണാം. ദിവ്യ ദേശ്മുഖ് പഠിച്ചു വെച്ചേക്കണം. ദിവ്യ ദേശ്മുഖ്, yesterday also I discussed about her. She is 18 years old. She is a person from Nagpur. She is a girl from Nagpur, Maharashtra. What she achieved? She won the World Junior Women World Junior Chess title for girls. World Junior Chess title for girls. അതാണ് ദിവ്യ ദേശ്മുഖ് അച്ചീവ് ചെയ്തത്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പം ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ സൺഡേ ആണ്, നാളെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. മൺഡേ 2 ന്യൂസ് പേപ്പറോട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓക്കെ.